ആപ്കി അദാലത്തിൽ സരോജ് സാമ്രാറ്റ് അംജദ് അലി ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പരമ്പരാഗത സംഗീതം കൊമേഴ്ഷ്യൽ ആക്കുന്നു എന്നുള്ളതാണ്. ഖാൻ സാർ, താങ്കളുടെ പിതാവ് ഹാഫിസ് അലി ഖാൻ സാർ, അദ്ദേഹം പൂർണ്ണമായും ഭക്തി സംഗീതത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതെ. അദ്ദേഹം തന്റെ സംഗീതത്തെ കച്ചവടം നടത്താൻ മാത്രമല്ല റെക്കോർഡ് ചെയ്യാൻ പോലും ആരെയും അനുവദിച്ചിരുന്നില്ല. അത് സത്യമല്ലേ? അതെ, നിങ്ങൾ പറയുന്നത് സത്യമാണ്. പക്ഷെ താങ്കളൊരു മ്യൂസിക് കട തന്നെ തുറന്നു. ഇത് കോംപ്രമൈസ് ചെയ്യേണ്ടതായി വന്നു. കാരണം ലോകത്ത് കേൾക്കുന്നവർ വളരെ വർദ്ധിച്ചു. അതുപോലെ കേൾക്കുന്ന ഓരോരുത്തരുടെ അടുത്തേക്കും അംജദ് അലിഖാന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വന്നു, DVD ചെയ്യേണ്ടതായിട്ട് വന്നു, കാസറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിന്റെ പുറകിൽ ബിസിനസ് മാത്രമല്ല, അതിന്റെ പുറകിലുള്ള പരിശ്രമം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കലയെ രാജ്യം മുഴുവൻ ആ വ്യാപിപ്പിക്കണം. പരമ്പരയിൽ ചേർന്ന വ്യക്തി, അതായത് താങ്കളുടെ അച്ഛൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, അതായത് അദ്ദേഹത്തിന്റെ സംഗീതം കടകളിൽ കേൾക്കാൻ പാടില്ലെന്ന് ആഗ്രഹിച്ചു. അതെ. ആ പരമ്പരയിൽ വന്ന ഒരു വ്യക്തി സ്വന്തമായിട്ടൊരു മ്യൂസിക് കമ്പനി തന്നെ തുറന്നു. ഇതും നിങ്ങൾ പറയുന്നത് ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂസിക് കമ്പനിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള വിധത്തിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. പുറത്തുള്ള കമ്പനീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലാസിക്കൽ മ്യൂസിക് കമേഴ്ഷ്യൽ ആക്കി മാറ്റപ്പെടുന്നു. അതായത് പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ മധ്യത്തിലാണ്. നമ്മൾ മലയിൽ പോയി സന്യാസം സ്വീകരിച്ച് ധ്യാനത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്നവരൊക്കെ സങ്കടപ്പെടും. ഒരു കാലഘട്ടത്തിൽ താങ്കൾക്ക് വാടക കൊടുക്കാൻ ഒരു 250 രൂപ പോലും ഇല്ലെന്ന് ഞാൻ കേട്ടിരുന്നു. അതെ. പക്ഷേ ഈ കാലഘട്ടത്തിൽ താങ്കൾ 6 മാസത്തിലൊരിക്കൽ ബെൻസ് കാറാണ് മാറ്റി വാങ്ങുന്നത്. അതെ. ഇതെല്ലാം ആ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ദൈവത്തിന്റെ അനുഗ്രഹമാണോ അതോ ഹംസത്ത് അലി ഖാൻ സാറിന്റെ ബിസിനസ് മൈൻഡാണോ? ഇത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ട്. ഒരു ദിവസം നമ്മൾ നല്ല വീട് നിർമ്മിക്കണം, നല്ല കാറിൽ പോകണം, ഈ ആഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് ഒരു ഉയർന്ന നിലവാരം പുലർത്താനുള്ള ശ്രമം. പക്ഷേ ഭക്തി എന്ന വസ്ത്രം എന്നും മാറിയിട്ടില്ല. അത് വെറും വസ്ത്രം മാത്രമാണ്. ഭക്തിയിന്ന് ഒന്നും തന്നെയില്ല. ഇപ്പം ഞാൻ അറിഞ്ഞത് താങ്കൾക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമെന്നാണ്. അതായത് പറയുകയാണെങ്കിൽ ഭക്തി എന്ന നിലയിൽ ഉന്മാദമില്ലെങ്കിൽ ആ രാഗത്തിൽ യാഥാർത്ഥ്യമുണ്ടാവില്ല. ഒരു ക്ലാസിക്കൽ മ്യൂസീഷ്യൻ്റെ സ്വരം എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും അത് സത്യമായിരിക്കണം, ആകർഷണമുള്ളതായിരിക്കണം. അല്ലെങ്കിൽ അതാരും കേൾക്കാൻ ആഗ്രഹിക്കില്ല. കേൾവിക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഇന്ത്യയിലുള്ള കേൾവിക്കാരെക്കാൾ കൂടുതൽ വിദേശ രാജ്യങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ. കാരണം ധാരാളം പണം ലഭിക്കുന്നു താങ്കൾക്ക്, അല്ലേ? വിദേശത്തുള്ളവർക്ക് ശരിക്കും ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. വിദേശീയർ കോൺസെപ്റ്റ് കഴിഞ്ഞതിന് ശേഷവും ചില സമയത്ത് 20 മിനിറ്റ് വരെ കൈ അടിച്ചുകൊണ്ടിരിക്കും. ഇൻ അപ്രീസിയേഷൻ, സ്റ്റാൻഡിങ് ഒവേഷൻ, ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിക്കാൻ വരാൻ പറയും. പിന്നെ അതിനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സേവനം ചെയ്യുന്നത് പോലെ. സേവനം ചെയ്യുകയാണോ അതോ ഡോളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണോ? നിങ്ങൾ പറഞ്ഞതുപോലെ സേവനത്തിനൊപ്പം ഡോളറും ചേർന്നിരിക്കുന്നു. ഇത് സത്യമാണോ? അതായത് വിദേശത്ത് താങ്കൾ മ്യൂസിക് സ്കൂളുകൾ തുറക്കാൻ പോവുകയാണെന്നുള്ളത്? ഇത് എൻ്റെ തീരുമാനമല്ല, അവിടുത്തെ ജനങ്ങളുടെ തീരുമാനമാണ് എന്ന് വേണം പറയാൻ. ഞാൻ അവിടെ തന്നെ താമസിച്ച് അവരെ പഠിപ്പിക്കണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതിലും ഒരുപാട് NRIs ഒക്കെ ഉണ്ട്. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നല്ല ടാലൻ്റുള്ള ആളുകളാണ്, അവർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ 6 മാസം ഇന്ത്യയിലും 6 മാസം വിദേശത്തും താമസിച്ചു കഴിഞ്ഞാൽ 2 ഭാഗക്കാർക്കും ഞാൻ സേവനം ചെയ്തതുപോലെ ഉണ്ടാകുമെന്നാണ് ഞാൻ ഇതൊരു കരുതുന്നത്. ട്രാൻസ്ഫോർമേഷന്റെ കാര്യമല്ല. അതായത് ആദ്യമായി താങ്കൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ വിമാനത്തിൽ കയറാൻ പേടിയാണെന്ന് താങ്കളുടെ അച്ഛൻ താങ്കളോട് പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അച്ഛന് വളരെ വിഷമമുണ്ടായിരുന്നു. അദ്ദേഹം പോകാൻ അനുവാദം നൽകിയില്ല. എന്നെ വിളിച്ചുകൊണ്ടുപോകാൻ വന്നവർ അദ്ദേഹത്തെ വളരെ പാടുപെട്ട് സമ്മതിപ്പിച്ചു. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ജെറ്റ് സെറ്റ് മാസ്റ്റർ എന്ന് താങ്കളെ വിളിക്കാം. ഞാനത് ഈക്വലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഐ തിങ്ക് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ അതായത് ഞാൻ കുറച്ചു കാലം എനിക്ക് വേണ്ടി തന്നെ ജീവിച്ചു.
പിന്നെ മറ്റുള്ളവർക്കും വേണ്ടി ജീവിച്ചു, മറ്റുള്ളവർക്ക് സേവനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഓഡിയൻസ് താങ്കളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ ചോദിക്കൂ. ഫസ്റ്റ് റോയിലുള്ള ശ്രീ ഉസ്താദ് ബിസ്മില്ല ഖാൻ അദ്ദേഹത്തിന്റെ കാലത്ത് പണ്ഡിതനായിരുന്നു. അങ്ങയുടെ ഈ കാലഘട്ടത്തിൽ അങ്ങും ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഭാരതരത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ പേര് ഇതുവരെ അതിനുവേണ്ടി കൺസിഡർ ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. താങ്കൾക്ക് അതിൽ ദുഃഖമൊന്നുമില്ലേ? ഇല്ല, എനിക്ക് 80 വയസ്സൊന്നും ഇതുവരെ ആയിട്ടില്ല. അത് നമ്മുടെ നാട്ടിൽ ഒരു സമ്പ്രദായമുണ്ട്. അത് നമുക്ക് 80-90 വയസ്സായില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടില്ല. സാധാരണ നോക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയക്കാരോടൊപ്പം വളരെ ക്ലോസ് ആയിട്ടുള്ളവർ, അതായത് അവർക്ക് സേവ ചെയ്യുന്നവർക്ക് വലിയ അവാർഡുകളൊക്കെ ലഭിക്കാറുണ്ട്. അതായത് ഇതിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സമയം വരുമ്പം എല്ലാം ലഭിക്കും. ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. താങ്കളും പരിശ്രമിച്ചതല്ലേ? മിസ്സസ് ഗാന്ധിയെ വെച്ച് താങ്കൾ ഒരു സംഗീതം തന്നെ ഉണ്ടാക്കിയെടുത്തില്ലേ? അതുപോലെ തന്നെ രാജീവ് ഗാന്ധിക്ക് വേണ്ടി ഒരു രാഗം ഉണ്ടാക്കിയെടുത്തില്ലേ? പക്ഷെ താങ്കൾക്ക് ഒരു റിവാർഡ് പോലും ലഭിച്ചില്ല. അല്ല, അത് ഞാൻ ഉണ്ടാക്കിയ രാഗങ്ങൾ അവർ മരിച്ചതിന് ശേഷമാണ് സൃഷ്ടിച്ചത്. അതെൻ്റെ ഒരു ഫീലിംഗ് ആയിരുന്നു. സ്വാമി ഹരിദാസിന് വേണ്ടി ഒരു രാഗം ചെയ്തു. ഉസ്താദ് അമീർ ഖാന് വേണ്ടി ഒരു തോടി രാഗം സൃഷ്ടിച്ചു. പാരീസിൽ മഹാത്മാഗാന്ധിയുടെ 125ാം ചരമവാർഷികം ആഘോഷിച്ചപ്പോൾ നരസിംഹറാവ് അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാബുവിന് വേണ്ടി ഒരു സോങ് സമർപ്പണം ചെയ്തു, ബാബു ഘോഷ്. അത് വളരെ നന്നായി വന്നിരുന്നു. എൻ്റെ അമ്മയുടെ പേര് നിങ്ങൾക്ക് അറിയില്ലെന്ന് വിചാരിക്കുന്നു, എങ്കിലും നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടോ. രജിത് സാർ വളരെ നന്നായി റിസർച്ച് ചെയ്യുന്നു. സാധാരണഗതിയിൽ കലാകാരന്മാരുടെ അമ്മയുടെ പേരൊന്നും ജനങ്ങൾക്കറിയില്ല. എൻ്റെ അമ്മയുടെ പേര് രാഹത് ജഹാൻ. അവരുടെ പേരിലും ഒരു രാഗത് ഘോഷ് ഒരു രാഗം സമർപ്പണം ചെയ്തു. താങ്കൾ മൻമോഹൻ സിംഗിന്റെ പേരിലും രാഗം ഉണ്ടാക്കൂ. അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. അദ്ദേഹത്തിന് നീണ്ട ആയുസ്സുണ്ടാകണം. അദ്ദേഹം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്.